ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ക്രിയാറ്റിനിനെ പറ്റിയാണ്. നമ്മുടെ കിഡ്നിയുടെ പ്രധാന ഫങ്ഷൻ രക്തത്തിലുള്ള മാലിന്യങ്ങളെ അരിച്ച് മാറ്റി അത് മൂത്രത്തിലേക്ക് തള്ളുക എന്നുള്ളതാണ് കിഡ്നിയുടെ പ്രധാന ഫങ്ഷൻ. അപ്പോൾ നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ നോർമലാണെങ്കിൽ ഈ അരിച്ചു മാറ്റൽ നോർമലായിരിക്കും. ഈ കിഡ്നിയുടെ ഫങ്ഷൻ നോർമലാണെങ്കിൽ ഈ അരിച്ചു മാറ്റലും നോർമലായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ രക്തത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് കൂടത്തില്ല, അത് അരിച്ചു മാറ്റിക്കൊണ്ടിരിക്കും കിഡ്നിയുടെ ഫങ്ഷൻ നോർമലാണെങ്കിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്രിയാറ്റിനിൻ്റെ പ്രസക്തി. നമ്മുടെ മസിൽസിൻ്റെ അകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ട ഒരു പ്രധാന ഘടകമാണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിനല്ല, ക്രിയാറ്റിൻ. ഈ ക്രിയാറ്റിൻ മസിൽ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ക്രിയാറ്റിനിൻ. അപ്പോൾ മസിൽ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് ക്രിയാറ്റിനിന് അത് ബ്ലഡിൽ വരുന്നു, ബ്ലഡിൽ നിന്ന് അത് കിഡ്നിയിലെത്തുന്നു, കിഡ്നി അതിനെ അരിച്ചു മാറ്റി മൂത്രത്തിലേക്ക് കളയുന്നു. ഇത് നോർമൽ പ്രൊസീഡിയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കിഡ്നിയിൽ ബ്ലഡിലുള്ള ക്രിയാറ്റിനിൻ ലെവൽ നോർമൽ ലെവലിൽ നിൽക്കുന്നു. അപ്പോൾ ക്രിയാറ്റിൻ്റെ നോർമൽ ലെവൽ 0.6 to 1.2 1.3 വരെ. ചില ലാബുകളിൽ അത് 1.5 വരെ എഴുതിയിട്ടുണ്ട്. അത് അവർ ഉപയോഗിക്കുന്ന കെമിക്കലിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻ നോർമൽ ആണെങ്കിൽ ഈ ക്രിയാറ്റിനിൻ ആ നോർമൽ ലെവലിൽ തന്നെ നിൽക്കും. നേരെ മറിച്ച് കിഡ്നിയുടെ ഫങ്ഷൻ തകരാറിലായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ക്രിയാറ്റിനിൻ ലെവല് ബ്ലഡിൽ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം അസുഖമൊന്നും ഇല്ലാതെ ഈ ക്രിയാറ്റിനിൻ ലെവലിൽ ചെറിയ മാറ്റങ്ങൾ വരാനുള്ള കാരണങ്ങൾ ആദ്യം പറയാം. ഒന്ന്, ഈ ലാബിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ. സാധാരണ 0.6 to 1.3 വരെയൊക്കെയാണ് നോർമൽ പറയണത്. ചിലതിൽ 1.5 വരെ പറയാറുണ്ട്. അത് ആ ലാബിൽ ഉപയോഗിക്കുന്ന കെമിക്കലിൻ്റെ വ്യത്യാസമാണ്. അത് കഴിഞ്ഞ് സെക്സ്. ഇപ്പോൾ ഫീമെയിലിൽ മെയിലിനേക്കാളും ഒരിച്ചിരിയുടെ കുറവായിരിക്കും ഈ ക്രിയാറ്റിൻ. അതുപോലെ ഏജ് കൂടുന്തോറും ഇപ്പോൾ 90 വയസ്സൊക്കെ ആകുമ്പോൾ ക്രിയാറ്റിനിൻ ഈ പറഞ്ഞ 1.3യേക്കാളും ചിലപ്പോൾ ഒരിച്ചിരിയുടെ കൂടി നിൽക്കാം. അതുപോലെ മസിൽ മാസ് വളരെ കൂടുതലുള്ള ഈ ഭയങ്കര ജിമ്മിലൊക്കെ പോകുന്ന കട്ടയൊക്കെ ആയിട്ട് ചെസ്റ്റൊക്കെ നല്ല കട്ട പോലെ ഇരിക്കുന്നവർക്കൊക്കെ ഇച്ചിരിയുടെ ക്രിയാറ്റിനിൻ കൂടി നിൽക്കാൻ സാധ്യത ഉണ്ട്. അതുപോലെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്നവർക്ക് ഇച്ചിരിയുടെ ക്രിയാറ്റിൻ കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സിവിയർ എക്സർസൈസ് ചെയ്യുന്നവർക്ക് ഇച്ചിരിയുടെ ക്രിയാറ്റിനിൻ കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്. ഈ കൂടി നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഈ 1.3യേക്കാളും ഒരു ഇച്ചിരിയുടെ കൂടാൻ സാധ്യത, അല്ലാതെ ഭയങ്കരമായിട്ട് കൂടുകയല്ല. ഇനി അടുത്തത് ക്രിയാറ്റിനിൻ കൂടാനുള്ള യഥാർത്ഥ കാരണങ്ങൾ. പല അസുഖങ്ങൾ കൊണ്ടും കിഡ്നിയുടെ പ്രവർത്തനം ക്ഷമത കുറയാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അൺകൺട്രോൾഡ് ഡയബറ്റീസ്. ഒരാൾക്ക് കുറേ നാളുകളായിട്ട് ഡയബറ്റീസ് ഉണ്ട്, അത് ഒട്ടും കൺട്രോൾഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിഡ്നി ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ നാളുകളായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അത് പുള്ളി ഇതിനെ കൺട്രോൾ ചെയ്യുന്നതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ കിഡ്നി ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ കിഡ്നി ഡാമേജ് വരാൻ ചില മരുന്നുകളുടെ ഉപയോഗം. ഇപ്പോൾ ഉദാഹരണത്തിന് വേദന സംഹാരികളാണ്. പല മരുന്നുകളും ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനം നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, NSAID എന്ന് പറഞ്ഞാൽ ഈ ബോവറാൻ, എസൈക്ലോഫെനാക്ക്, ബ്രൂഫൻ ഇതുപോലുള്ള പെയിൻ കില്ലേഴ്സ്. അപ്പോൾ ഇത് സാധാരണ ആളുകൾ പെയിനായിട്ട് വരുമ്പോൾ ഡോക്ടേഴ്സ് ചിലപ്പോൾ ഒരു 3 ഗുളിക കൊടുക്കുന്നിരിക്കും. അത് സ്ട്രിപ്പിലായിരിക്കും കൊടുക്കുന്നത്.
ഗുളിക അഴിച്ച് പൊളിച്ചൊന്നും ആയിരിക്കത്തില്ല കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആ സ്ട്രിപ്പ് കാണിച്ച് അവർ പിന്നെ എപ്പോൾ പെയിൻ വരുമ്പോഴും ഈ ഗുളിക മേടിച്ചങ്ങ് കഴിക്കും. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ്. അപ്പോൾ കിഡ്നി ഡാമേജ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻ കില്ലേഴ്സ് പലതും പൊട്ടൻറ്റ് നെഫ്രോട്ടോക്സിക്കാണ്. അപ്പോൾ കിഡ്നി ഡാമേജ് വരാനും ക്രിയാറ്റിനിൻ കൂടാനുമുള്ള സാധ്യതകൾ ഉണ്ട്. അടുത്തത് ചില കരളിൻ്റെ അസുഖം കൊണ്ട് കിഡ്നി ഡാമേജ് വരും. അതുപോലെ തന്നെ ഈ ഹാർട്ടിൻ്റെ അസുഖം കൊണ്ട് കിഡ്നി ഡാമേജ് വരും. അതുപോലെ നാട്ടിൻപുറത്തുള്ള ഒരു പ്രധാന സംഗതിയാണ് ഈ പാമ്പ് കടി. പോയിസണസ് സ്നേക്സ് കടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ കിഡ്നി ഡാമേജ് വരും. ഇവിടെയൊക്കെ ചിലപ്പോൾ പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്തുന്നത് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചിലപ്പോൾ ഡയാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പേഷ്യൻ്റ് രക്ഷപ്പെടാൻ സാധ്യത. അതുപോലെ ഒബിസിറ്റി, ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത ഭക്ഷണങ്ങൾ. ഇപ്പോൾ സാധാരണ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ ഗോതമ്പ് പൊടി കേടാകാതെ ഒരു 15 ദിവസം ഇരിക്കും. പക്ഷേ ഈ നമ്മുടെ കടകളിൽ കിട്ടുന്ന റെഡിമെയ്ഡ് ഗോതമ്പ് പൊടികൾ ചിലപ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് ഒരു വർഷമൊക്കെ ഇരിക്കും. അത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ പ്രിസർവേറ്റീവ്സും ക്രിയാറ്റിനിൻ കൂട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ടിന്നിൽ വരുന്ന ഭക്ഷണങ്ങൾ, അതുപോലെ റെഡിമെയ്ഡ് പൊടികൾ, ഇതൊന്നും അധികം ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗോതമ്പ് വേണമെങ്കിൽ ഗോതമ്പ് ഹോൾസെയിൽ കടയിൽ നിന്ന് ഗോതമ്പ് മേടിക്കുക, നല്ലപോലെ കഴുകി ഉണക്കി പൊടിക്കുക. അതൊരു 15 ദിവസം ഇരുന്നോളും, കേടുകൂടായിരുന്നു. അതുപോലെ തന്നെ മായം ചേർത്ത ഭക്ഷണങ്ങൾ, ഈ പ്രിസർവേറ്റീവ്സ് പോലെ തന്നെ ഡേഞ്ചറസ് ആണ് മായം ചേർത്ത ഭക്ഷണങ്ങൾ. അതുപോലെ തന്നെ കീടനാശിനികൾ. ഇപ്പോൾ ഒരു കടയിൽ കുറേ വഴുതനങ്ങ കൂട്ടിയിട്ടിരിക്കുന്നു, അതിൽ ഒരെണ്ണം പോലും പുഴുക്കുത്തില്ല എന്ന് പറയുമ്പോൾ അത് മിക്കവാറും കീടനാശിനി അടിച്ചതാകാനാണ് സാധ്യത. ഈ കീടനാശിനികൾ നേരിട്ട് ഉള്ളിൽ ചെല്ലുന്നത് ഇതുപോലെ കിഡ്നി ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് നല്ലപോലെ സോപ്പിട്ടൊക്കെ കഴുകി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ റെക്കറൻറ്റ് UTI, മൂത്രത്തിൽ പഴുപ്പ്, സ്ഥിരം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് മൂത്രത്തിൽ പഴുപ്പ് വരുന്നതും ഒരു ക്രിയാറ്റിനിൻ കൂടാൻ, കിഡ്നി ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കിഡ്നി സ്റ്റോൺസ്. അപ്പോൾ 2 യൂറിറ്ററിലും സ്റ്റോൺസ് വന്ന് മൂത്രത്തിൻ്റെ ഫ്ലോ തകരാറിലാകുകയാണെങ്കിൽ ചിലപ്പോൾ റീനൽ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കിഡ്നിക്ക് വരുന്ന അസുഖം നെഫ്രോട്ടിക് സിൻഡ്രോം, അക്യൂട്ട് നെഫ്രൈറ്റിസ്, ഇതുമെല്ലാം ചിലപ്പോൾ ഈ ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ പിന്നെ ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് റീനൽ ആർട്ടറി സ്റ്റീനോസിസ്. അവിടെയും ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുണ്ട്. റീനൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് സപ്ലൈ ചെയ്യുന്ന ആർട്ടറി. അതുപോലെ ചില അസുഖങ്ങൾ ക്രിയാറ്റിനിൻ കിഡ്നി ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ മലേറിയ, എലിപ്പനി, ഡെങ്കിപ്പനി, ഇതെല്ലാം കിഡ്നി ഡാമേജ് വരുത്താൻ സാധ്യതയുള്ള അസുഖങ്ങളാണ്. അതുപോലെ അവസാനമായിട്ട് ആട്ടോ ഇമ്മ്യൂൺ നെഫ്രോപ്പതി എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരം നമ്മുടെ കിഡ്നിക്ക് എതിരായിട്ട് അതിനാണ് ഈ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അവിടെയും ഈ ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഓർഗനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് തന്നെയാണ് ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ കിഡ്നിക്കെതിരായിട്ട് ചിലപ്പോൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴും ഈ ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു കിഡ്നിയുടെ ഫങ്ഷൻ തകരാറിലായോ എന്നറിയാൻ ആക്യുറേറ്റ് ആയിട്ടുള്ള പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒറ്റ ടെസ്റ്റ് എന്ന് പറയുന്നത് സിറം ക്രിയാറ്റിനിനാണ്. സിറം ക്രിയാറ്റിനിൻ നോക്കുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ക്രിയാറ്റിനിൻ കുറച്ചുകൂടി, ഇപ്പോൾ ഉദാഹരണത്തിന് 1.8 ആയി എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ ചാടിക്കേറി ഡയാലിസിസോ റീനൽ ട്രാൻസ്പ്ലാന്റേഷനോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത്രയും കൂടുന്നത്, ചെറിയ രീതിയിൽ കൂടുന്നത് നമുക്ക് ആഹാര നിയന്ത്രണം കൊണ്ടും ചില മരുന്നുകൊണ്ടും, ഇതിനായിട്ടുള്ള ക്രിയാറ്റിനിൻ കൺട്രോൾ ചെയ്യാനുള്ള ചില മരുന്നുകൊണ്ടും
പിന്നെ ഇതിൻ്റെ കാരണക്കാരായിട്ടുള്ള അസുഖങ്ങളെ ചികിത്സിച്ചുകൊണ്ടും നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 1.8 വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഒരു 1.4 കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഈ മരുന്ന് കൊണ്ട് നമുക്ക് ഇത് കൂടാതെ നോക്കാൻ പറ്റും. ഈ ചികിത്സ കൊണ്ട് ഇത് കൂടാതെ നോക്കാൻ പറ്റും. അതും വളരെ ആവശ്യമാണ്. അതേ സമയത്ത് ഈ ചികിത്സ കൊണ്ടൊക്കെ ആണേലും ഈ ക്രിയാറ്റിനിൻ വളരെ ഗ്രാജുവലായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് പുള്ളിയെ നോക്കിയപ്പോൾ തന്നെ ഒരു 8 or 10 ഒക്കെ കിട്ടിയെന്നിരിക്കട്ടെ. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചികിത്സ മാറി, ചിലപ്പോൾ ഡയാലിസിസ് ഒക്കെ വേണ്ടി വരും, ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ക്രിയാറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.